കുറച്ച് ചാറൊക്കെ എടുത്ത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഇതാ അത്ര ഉലുവ കിട്ടും. അങ്ങനെ 2 പ്രാവശ്യം പിടിച്ചാൽ കിട്ടുന്ന അത്ര ഉലുവയാണ് കേട്ടോ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ വെണ്ടയ്ക്ക പുളിക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വെണ്ടക്കായ പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെണ്ടക്കായ. നമുക്ക് ആകെ 4 വെണ്ടക്കായ വേണ്ട കേട്ടോ. ഇത്രയും വെണ്ടക്കായ മതി നമുക്ക്. വെണ്ടയ്ക്ക പുളിക്കറിയാണല്ലോ നമ്മൾ വെക്കണേ. അപ്പോൾ അതിലേക്ക് വേണ്ടി പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നോക്കിയേ, ഇത്രയ്ക്ക് പോകുന്നത് ചെറിയൊരു നാരങ്ങയുടെ അത്രയും പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കുണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചേക്കാം, പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ കൈ കൊണ്ടൊക്കെ ഒന്ന് അമർത്തി ഇങ്ങനെ വെക്കാം കേട്ടോ. പെട്ടെന്ന് കുതിർന്ന് കിട്ടും. വെണ്ടക്കായ നോക്കി നമ്മൾ കഴുകിയൊക്കെ എടുത്തതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ തീ കത്തിച്ച് ഒരു ചട്ടി നമുക്കിതാ അടുപ്പത്തേക്ക് കയറ്റാം. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലായിട്ട് നമ്മൾ വെണ്ടക്കായ അരിഞ്ഞെടുക്കണേ. നമ്മുടെ ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതായത് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമുക്ക് വെണ്ടക്കായ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ വെണ്ടക്കായ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണത്. കൂടുതൽ വഴറ്റൊന്നുമില്ല, ഒരു ചെറുതായിട്ടൊന്ന് ആക്കിയെടുക്കുള്ളൂ. വെണ്ടക്കായ നോക്കിയാൽ ഇത്രയ്ക്കായിട്ട് നമ്മൾ വഴറ്റണുള്ള, കൂടുതലൊന്നും ആവണില്ല. ഇനി നമുക്കിതാ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണയിലേ നമ്മളിതാ 1 ടീസ്പൂൺ നമ്മൾ കടുക് എടുത്തിട്ടുണ്ടല്ലോ, ആ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. നമുക്കതിലേക്ക് ഉണ്ടല്ലോ വെറുതെ 2 ഇങ്ങനെ പിടിച്ചാൽ എത്ര ഉലുവ കിട്ടും. അങ്ങനെ 2 പ്രാവശ്യം പിടിച്ചാൽ കിട്ടുന്ന അത്ര ഉലുവയാണ് കേട്ടോ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉലുവയൊക്കെ ഇട്ട് ഉലുവയുടെ കളർ ഇതാ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതാ ഒരു 15 ഉള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിന്താ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് ഇതാ വെളുത്തുള്ളി, ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇപ്പോൾ ഒരെണ്ണം കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെയാണ് ഉള്ളി ആയാലും, കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. നമ്മുടെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വഴറ്റി വരെ വേണ്ടോ. കൂടുതൽ ഇങ്ങനെ എന്താ പറയുക ആവേണ്ട ആവശ്യമില്ല കേട്ടോ. വഴറ്റിയെടുക്കാന്ന് പറയില്ലേ നമ്മൾ, ആ ഒരു രീതി. അതായത് ചെറുതായിട്ടൊരു വെള്ളം കളർ ആവണ ഒരു ടൈം അത്രേ വേണ്ട. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ കണ്ട, ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ചെറുതായിട്ടൊരു കളർ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇതാ തക്കാളി കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഉണ്ടല്ലോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്തോട്ടെ കേട്ടോ. അതിനൊപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. തക്കാളിയൊക്കെ ഇട്ടിട്ട് നോക്കിയേ, ഇതാ തക്കാളിയൊക്കെ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ കുറവിലാട്ടോ അത്ര നേരം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതാ പൊടി ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി കേട്ടോ. നമ്മളിതിൽ കുരുമുളക് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്കിടാം 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒന്നിളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ സാമ്പാർ പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂൺ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പൊടികളിലേക്ക് ഒരു പച്ച കൊത്ത് പോകണ വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
നമുക്കറിയാം നല്ല ഒരു മണമൊക്കെ വരും ഈ പച്ചക്കുത്ത് പോണോട് കൂടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അത് നന്നായിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് ഉടച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ കണ്ട വെള്ളം കുറവല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കതും കൂടി ഒഴിച്ചു കൊടുക്കാം. അതാ ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് പുളി പിഴിഞ്ഞത് ഒരു ഗ്ലാസിൻ്റെ അടുത്തേക്ക് ഉണ്ടാവും, അതായത് 3/4 ഗ്ലാസിൻ്റെ അടുത്തേക്ക്. പിന്നെ നമ്മളിത് 2.5 ഗ്ലാസ് വെള്ളം കൂടി നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതാ ഉപ്പ് നോക്കിയാൽ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. എപ്പോഴും ഉപ്പ് ഇത്തിരി കുറവ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഇതാ ഒരു പിടി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഇത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട്. 14 കുരുമുളകിനിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. കുരുമുളകൊക്കെ നമുക്ക് ഇത്ര എണ്ണം ഇത്ര വലുപ്പമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മണിയുടെ വലുപ്പം പോലെ ഇരിക്കും. അത് എത്രയോളം കുരുമുളക് എടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതാ 1/4 ടീസ്പൂണ് ജീരകമാണ് നമ്മൾ ഇട്ടിട്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെണ്ടക്കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. വെണ്ടക്കായ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷെ ഇതിൽ ഈ ചാറെണ്ണ മതി ശരിക്കും നമുക്ക് കറി കഴിക്കാൻ വേണ്ടിയിട്ട്. 2 കഷ്ണം വെണ്ടക്കായും കുറച്ച് ചാറും മതി. ചപ്പാത്തിക്ക് വരെ കഴിക്കാനായിട്ട് നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇരുന്ന് ഒന്ന് വേവട്ടെ വെണ്ടക്കായ. കാരണം നമ്മൾ പകുതിയോളം തന്നെ വഴറ്റി വന്നപ്പോൾ തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പകുതി വേവ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ വെണ്ടക്കായക്ക്. നമ്മുടെ വെണ്ടക്കായ കറിയിലേക്ക് കുറച്ച് ഉള്ളിയാണ് നമ്മൾ കാച്ചണത്. അപ്പോൾ നമ്മളിത് അത്രയും ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയായിട്ടാണ്. അപ്പോൾ ഞാനൊരു 12 ഉള്ളിയുടെ അടുത്തേക്കൊക്കെ ഉണ്ട്. അത് നമുക്കിതാ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. താളിക്കാനുള്ളതാണ്. വെണ്ടക്കായൊക്കെ ഇട്ടിട്ട് ഇത് നന്നായി തിളച്ചിട്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നോക്കിയേ നമ്മുടെ വെണ്ടക്കായൊക്കെ ഇതാ വെന്തിട്ടുണ്ട്. കണ്ട ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇതേപോലെ തന്നെ കിടക്കും. ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന നമ്മുടെ നാളികേരുണ്ടല്ലോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഈ പാത്രം കൂടി നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിയേ ഈ ഒരു അഴവിനാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ല നല്ല ചാറ് നല്ല അഴഞ്ഞ ചാറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിതിൽ വെള്ളം ഒഴിക്കാം. കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു കുറവ് വരില്ല. അപ്പോൾ നമ്മളിതാ ഇത്തിരി കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ വെണ്ടക്കായ കറി വെക്കുന്നത്. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചോട്ടെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ഇതൊക്കെ നോക്കി ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഇനി മൂടിയൊന്നും വെക്കണില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാട്ടോ നമ്മൾ തിളപ്പിക്കണേ. നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ട് നോക്കിയേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് താളിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് ഇവിടെ ഇറക്കി വയ്ക്കാം. താളിക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂണ് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്കുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മളിതാ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്കുണ്ടല്ലോ 2 കതിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി നമുക്കുണ്ടല്ലോ നല്ലോണം ഒരു ഗോൾഡൻ കളർ എണ്ണ വരെ തന്നെ നമുക്കിതിങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കി ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മളുണ്ടല്ലോ 1 കതിര് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ കറിവേപ്പില നമ്മൾ കൂടുതലാക്കില്ല, വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കും. നമ്മൾ നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കും. കുറച്ച് ചാറൊക്കെ എടുത്ത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അത്.
ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ താളിച്ചതൊക്കെ എല്ലായിടത്തേക്കും ഒന്നാവും. അപ്പോൾ നമ്മുടെ ആകെ 4 വെണ്ടക്കായ ഉണ്ടായ നല്ലൊരു കറി വയ്ക്കാം. അത് മാത്രമല്ല കേട്ടോ, ഈ കറി നമുക്ക് ഇന്ന് ഉപയോഗിക്കാം, നാളെ ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. ഒരു അരുവത്തുനിന്ന് എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായിട്ട് വിളിച്ചിട്ട് തരാം കേട്ടോ. ഞാനേ 2 പപ്പടം കൂടി എടുത്തു കേട്ടാ. ഓ കണ്ടന്ന് നോക്കട്ടെ, അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ കഴിച്ചിട്ടുണ്ട്, നല്ല ഇഷ്ടമുള്ള കറി ഷായിട്ടിന്. ഞാൻ അതിനു വേണ്ടി പറഞ്ഞത്, അത് അടിപൊളി സാധനം തന്നെയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടാ. ഒരു ഈ പുളിങ്കറിക്ക് ഇത് അല്ല, ചോറിന് ഇത് തന്നെ മതി ശരിക്കും. പപ്പടം ഉണ്ടായ അടിപൊളി. ചപ്പാത്തിക്കും രസല്ലേ? പപ്പടം ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് അടിക്കണമെങ്കിലേ അടിപൊളി ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇത് നോക്കിയോളാം, അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്